This call is now being recorded. Good morning. Good morning. Okay. എന്തൊക്കെയുണ്ട്? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും? ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. എന്നാലും നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കാൻ പറ്റുള്ളേ. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത് ഓർക്കുന്നോ? എവിടെ വരെ എടുത്തു നിർത്തിയത്? എവിടെ വരെ എടുത്തു നിർത്തിയത്? ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രീവിയൻസ് റിട്രസൽ പ്രൊസീജിയർ അത് കംപ്ലീറ്റ് ആയില്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? ഡിസഡ്വാൻറ്റേജസ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എംപ്ലോയി ഡിസിപ്ലിൻ അല്ലേ എടുക്കേണ്ടത്? എംപ്ലോയി ഡിസിപ്ലിൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പൊ അവിടെ വരെയും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് അടുത്ത സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഗ്രീവിയൻസുമായിട്ട് ബന്ധമില്ലാത്ത അടുത്തൊരു സെക്ഷൻ, അങ്ങനെ ഓരോ ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എംപ്ലോയി ഡിസിപ്ലിൻ എന്താണ്? എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ അച്ചടക്കം അല്ലെ? നമ്മുടെ ഒരു ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ജീവനക്കാരുടെ അച്ചടക്കം എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇനി അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ. എന്താണ് ഒരു ഡിസിപ്ലിൻ? ശരിക്കും എന്താ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസിപ്ലിൻ പാലിച്ചിട്ടുണ്ട്. പാലിച്ചിട്ടില്ലേ? ഉണ്ടോ? ഡിസിപ്ലിൻ പാലിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പാലിച്ചിട്ടില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? പാലിക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താണ്? ആ ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ
ഓർഗനൈസേഷന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അല്ലെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി എംപ്ലോയീസ് വളരെ ചിട്ടയായ രീതിയിൽ അവര് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അവര് പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ അവിടെ പാലിച്ചുകൊണ്ടിരുന്നത്. അല്ലേ? അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ഓർഗനൈസേഷന്റെ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവര് നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഒരു ചിട്ടയായ രീതിയിൽ എംപ്ലോയീസ് പാലിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഡിസിപ്ലിൻ എന്ന് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഡിസിപ്ലിൻ റെഫേഴ്സ് ടു follow up of rules and regulations in a systematic manner by the employees in the interest of the organization. ആ ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് അനുസൃതമായി എംപ്ലോയീസ് ഒരു ചിട്ടയായ രീതിയിൽ അവർ നൽകുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്തതിലേക്ക് കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. Then the employees perform their duties and responsibilities keeping the terms and conditions of the company in their mind. It shows that they are disciplined. അപ്പൊ നല്ലൊരു ഡിസിപ്ലിൻ ഉള്ള നല്ലൊരു അച്ചടക്കമുള്ള ഒരു എംപ്ലോയി ആണ് അല്ലെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു ആള് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്? അവർ ആ ഒരു കമ്പനിയുടെ എല്ലാ തരത്തിലും അവർ കമ്പനി നൽകുന്ന ആ ഒരു വ്യവസ്ഥകൾ അല്ലെ ആ കമ്പനി നൽകുന്ന ആ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നടത്തുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിയെ നമുക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അച്ചടക്കമുള്ള ജീവനക്കാരനാണെന്ന് വിളിക്കാൻ പറ്റില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആ കമ്പനിയെ പറയുന്ന നിബന്ധനകളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നന്നായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിസിപ്ലിൻഡ് ആണെന്ന് പറയാം അല്ലെ? അവര് അച്ചടക്കമുള്ളവരാണെന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? എന്താണ് മിസ് ചോദിച്ചു? രാവിലെ തന്നെ ഫുഡൊന്നും കഴിച്ചില്ലേ? ഒരു ഉഷാറില്ലല്ലോ. ഓക്കെ ശരി. One of the main functions of management is employee discipline. നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മങ്ങളിൽ ഒന്നാണ് എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിലനിർത്തുക അല്ലെങ്കിൽ ജീവനക്കാരുടെ അച്ചടക്കം നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളത്. Then disciplined employees are not only capable of facing that competition but can also result in higher productivity and industrial growth. എന്താ? നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ not only capable of facing that competition എന്താണ് അവിടെയുള്ള അവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റ് എംപ്ലോയീസ് തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ നേരിടാൻ മാത്രമല്ല കഴിവുണ്ടാവുന്നത്. അതുപോലെ നല്ല അച്ചടക്കമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉയർന്ന ഉൽപാദനക്ഷമത ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കും അത് കാരണമാവുന്നുണ്ട്. And discipline motivates them to work in coordinated manner and achieve the organizational objectives easily. എന്താ? അതുപോലെ തന്നെ ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നല്ലൊരു അച്ചടക്കം ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനെ നല്ല രീതിയിൽ അത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള മാനറിൽ ഒരു ഏകോപന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഏകോപനത്തോടു കൂടി നല്ല രീതിയിൽ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എളുപ്പത്തില് നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കും.
സഹായിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓർഗനൈസേഷനിൽ എന്ത് കൊണ്ടുവരിക, അച്ചടക്കം നിലനിർത്തുക എന്ന് പറയുന്നത്. അപ്പൊ അച്ചടക്കമുള്ള എംപ്ലോയീസിന് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാനും മത്സരിക്കുക മാത്രമല്ല ഇത് സഹായിക്കുന്നത്, മറിച്ച് ആ ഇൻഡസ്ട്രിയുടെ വളർച്ച അതുപോലെ തന്നെ ഉയർന്ന ഉത്പാദനക്ഷമതയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്, നല്ല ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് അവിടുത്തെ എംപ്ലോയീസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അതിലൂടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ട് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഈ രണ്ടെണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. അക്കോർഡിംഗ് ടു ഡെയ്ലസ് ബീച്ചിന്റെ ഒരു ഡെഫിനിഷനും ഉണ്ട്, ഗാരി ഡെസ്ലറിന്റെ ഒരു ഡെഫിനിഷനും ഉണ്ട്. ഈ രണ്ട് ഡെഫിനിഷൻസും നിങ്ങൾ കൃത്യമായിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അത് ആരുടെ അഭിപ്രായത്തിലുള്ള ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് അത് ആര് തന്നിരിക്കുന്ന ആര് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേരും ആ ഡെഫിനിഷനും നിർബന്ധമായിട്ടും ആ രണ്ടെണ്ണം പഠിച്ചു വെച്ചിരിക്കണേ. ഇപ്പൊ ഡെയ്ലസ് ബ്രീച്ചിന്റെ അഭിപ്രായത്തില് ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ബൈ റിവാർഡ് ഓർ പെനാൽറ്റി ദ ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് ഡെയ്ലസ് ബ്രീച്ച് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലേ? ഉണ്ടോ? ബൈ റിവാർഡ് ഓർ പെനാലിറ്റി എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മള് നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവാർഡുകൾ കിട്ടും. ശരിയല്ലേ? കിട്ടുമോ? നല്ല ഡിസിപ്ലിനോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകൾ കിട്ടില്ലേ? കിട്ടുമോ? കിട്ടും അല്ലെ? അതേസമയം നമ്മൾ ഡിസിപ്ലിൻ പാലിക്കാതെ ഇരുന്നാലോ പെനാൽറ്റി അല്ലെങ്കിൽ ശിക്ഷകളായിരിക്കും കിട്ടുക അല്ലെ? അപ്പൊ ഇത്തരത്തില് റിവാർഡുകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പെനാൽറ്റീസ് ശിക്ഷകൾ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ് അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ പ്രവർത്തിക്കോ? നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങളോ സംസാരമോ ഒക്കെ നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? അപ്പോ റിവാർഡുകളിലൂടെ അല്ലെങ്കിൽ പെനാൽറ്റിയിലൂടെ ഇപ്പൊ നല്ല നല്ല റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യാതിരുന്നാൽ അതിനനുസരിച്ച് പെനാൽറ്റിയും കിട്ടുന്നുണ്ട്. എപ്പോഴും ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് ഡെയ്ലസ് ബീച്ചിന്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്ന് റിപ്ലൈ ചെയ്യാന്നാലല്ലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്തത് ഗാരി ഡെസ്ലറിന്റെ അഭിപ്രായത്തില് ഡിസിപ്ലിൻ ഇസ് എ പ്രൊസീജിയർ that correct or punishes a subordinate because a rule of procedure has been violated. എന്തായിരിക്കും ഗാരി ഡെസ്ലറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇസ് എ പ്രൊസീജിയർ, ഇതൊരു നടപടിക്രമമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ്? that correct or punishes ഒരു സബോർഡിനേറ്റിനെ അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പണിഷ് ചെയ്യാനോ അവരെ തിരുത്താനോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷകൾ നൽകാനോ വേണ്ടിയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശിക്ഷകൾ നൽകുന്നത്? ബിക്കോസ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. എന്ത് ചെയ്യുന്നു? അവരവിടെ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിക്കുന്നതിനാണ് അല്ലെ? അപ്പൊ അവരവിടെ പാലിക്കേണ്ട ചട്ടങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുന്നില്ല. അപ്പൊ അത്തരത്തില് അവിടെ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിക്കുന്നതിനാൽ അവിടുത്തെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരെ എന്ത് ചെയ്യുന്നു? തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളൊരു നടപടിക്രമമാണ് ഡിസിപ്ലിൻ എന്നാണ് ഗാരി ഡെസ്ലർ പറയുന്നത്. അപ്പൊ രണ്ട് ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡെയ്ലസ് ബീച്ചിന്റെയും രണ്ടാമത്തത് ഗാരി ഡെസ്ലറിന്റെയും ആണ്.
അപ്പൊ അവരുടെ പേരുകളും പഠിച്ചു വെക്കണം കേട്ടോ. ഈ രണ്ട് ഡെഫിനിഷനും പേരും പഠിച്ചു വെക്കണേ. അപ്പൊ ഡെയ്ലസ് ബ്രീച്ചിന്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ അച്ചടക്കത്തെ, മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു എന്നാ പറഞ്ഞത്. ഇനി ഗ്യാരി ഡെസ്ലർ പറഞ്ഞത് എന്താ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവർ ഒരു സ്ഥാപനത്തിന്റെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾ അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ചട്ടങ്ങൾ അവരെ ലംഘിച്ചു കഴിഞ്ഞാൽ ആ കീഴുദ്യോഗസ്ഥരെ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറയുന്നതാണ് ഗ്യാരി ഡെസ്ലർ പറയുന്നത്. ക്ലിയർ ആണോ രണ്ട് ഡെഫിനിഷൻ? മനസ്സിലായോ? ഓക്കെ, അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ആ ഒരു മീനിങ്ങും അതുപോലെ ആ ഒരു രണ്ട് ഡെഫിനിഷൻസും ഒന്ന് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ പറയാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞവർ ഇത് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഭാഗം? ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ എങ്ങനെയാണുള്ളത്? നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഈസ് ആസ് ഫോളോസ്. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ, ഒരു നിലവാരമുള്ള പെരുമാറ്റം അല്ലെ. നോക്കിയേ, എവരി ഓർഗനൈസേഷൻ സെറ്റ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ എംപ്ലോയീസ്. എല്ലാ എന്താണ് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ എംപ്ലോയീസിന് വേണ്ടി ചില ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിശ്ചയിക്കുന്നുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ്സ്, ആ എംപ്ലോയീസ് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ട്. So to achieve this organizational goals, employees need to have a standard behavior which can be appeared by following a specific code of conduct formulated by the organization. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എംപ്ലോയീസ് ഒരു നിലവാരമുള്ള ഒരു പെരുമാറ്റം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു നിലവാരമുള്ള പെരുമാറ്റം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തില് ആ ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട്, പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവരൊരു നിലവാരമുള്ള പെരുമാറ്റത്തിലേക്ക് മാറുകയും അതിലൂടെ ആ ഒരു സ്ഥാപനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ പറഞ്ഞത്? എല്ലാ ഓർഗനൈസേഷൻസും എംപ്ലോയീസിന് വേണ്ടി ചില ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് അത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ, ഒരു നിലവാരമുള്ള ഒരു പെരുമാറ്റം കൊണ്ടുവരണം. അത്തരത്തിലുള്ള ഒരു നിലവാരമുള്ള പെരുമാറ്റം എംപ്ലോയീസിന് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ആ ഓർഗനൈസേഷൻ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട്, പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ലൊരു നിലവാരമുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ കൊണ്ടുവരാനും അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ക്ലിയർ അല്ലേ? രണ്ടാമത്തത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ്.
എന്തായിരിക്കും? മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുക അല്ലെ, ഒരു പ്രചോദക ശക്തിയായി പ്രവർത്തിക്കുന്നു. നോക്കിയേ, ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് to correct their mistakes or misconduct after anticipating the consequences they may face if they violate the discipline policy. എന്തായിരിക്കും? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രചോദക ശക്തി എന്നർത്ഥം. അതായത് ഡിസിപ്ലിൻ വഴി ആക്ട് ആസ് എ മോട്ടിവേഷൻ ഫോഴ്സ്, ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രചോദക ശക്തിയായിട്ട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയി ടു കറക്റ്റ് ദിയർ മിസ്റ്റേക്ക് ഓർ മിസ്കണ്ടക്ട് ആഫ്റ്റർ ആന്റിസിപ്പേറ്റിംഗ് ദ കോൺസിക്വൻസസ് ദേ മേ ഫേസ് ഇഫ് ദേ വയലേറ്റ് ദ ഡിസിപ്ലിൻ പോളിസി. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഒരു ഡിസിപ്ലിൻ പോളിസി, ഒരു സ്ഥാപനം വെച്ചിരിക്കുന്ന ഡിസിപ്ലിൻ പോളിസി പ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അത് ലംഘിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനന്തര ഫലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു മുൻധാരണ അവിടുത്തെ എംപ്ലോയീസിനുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫലം? എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ അച്ഛനും അമ്മയും ഇന്ന രീതിയിലുള്ള ഒരു ശിക്ഷ നമുക്ക് തരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തരും എന്നൊരു മുൻധാരണ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യാൻ പോവോ? ആ ഒരു തെറ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പോവോ? ഇന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോവില്ല അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു ഡിസിപ്ലിൻ പോളിസി വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തര ഫലങ്ങള് ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു മുൻധാരണ ആ ഒരു എംപ്ലോയീസിനുണ്ട് എങ്കിൽ അതിലൂടെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്കണ്ടക്ട്സ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കോ എംപ്ലോയീസിനെ നയിക്കാതെ ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ എംപ്ലോയീസിനെ ഈ ഒരു ഡിസിപ്ലിൻ, നല്ലൊരു ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് അവർക്കറിയാം ഇന്ന രീതിയിലുള്ള ഒരു ലംഘനം ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഈ രീതിയിലൊക്കെ ബാധിക്കും, ഞാൻ ഇതിന്റെ അനന്തര ഫലങ്ങൾ ഇതൊക്കെ കോൺസിക്വൻസസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ എത്രയും വേഗം തിരുത്താനായിട്ട് ഈ ഒരു ഡിസിപ്ലിൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് മനസ്സിലായോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. Then third one ആണ് positive or negative in nature. എന്താ? Discipline can be positive and negative in nature. Discipline എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുണ്ട്. Following the rules and regulations of the organization systematically will provide a positive response to the employees in the form of reward. അല്ലെ? നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സ്ഥാപനത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഒരു ഓർഗനൈസേഷനിലെ കൃത്യമായിട്ട് നമ്മൾ വളരെ ചിട്ടയായി തന്നെ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണവും പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? ആയിരിക്കും. നമുക്കതിനെതിരെ നമ്മൾ അത് ചെയ്യുന്നതിനെതിരെ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് പോസിറ്റീവ് ആയിരിക്കില്ലേ? ആയിരിക്കോ? ഇൻ ദ ഫോം ഓഫ് റിവാർഡുകൾ അല്ലെ? പല പല പ്രതിഫലങ്ങളുടെ രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണമായിരിക്കില്ലേ ആ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുക അല്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? അപ്പോ അത്തരത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് നേച്ചർ എന്ന് പറയുമ്പോ എന്തായിരിക്കും? നമ്മളത് വയലേറ്റ് ചെയ്യുമ്പോ അല്ലെ, അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലംഘിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, വയലേറ്റ് ചെയ്യുമ്പോ violation of rules and regulations will have a negative effect on the future advancement of the employee. ശരിയല്ലേ? അവിടുത്തെ എംപ്ലോയീസ് ശരിയായ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, അത് ലംഘിക്കുകയാണെങ്കിൽ അത് അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ ആ ഒരു അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലേ വരുന്നത്? ആണോ? അവരുടെ ഭാവി പുരോഗതി അത് നെഗറ്റീവായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? ബാധിക്കും അല്ലെ? അപ്പോ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ നേച്ചറിലും ഉണ്ട്, നെഗറ്റീവ് ഇൻ നേച്ചറിലും ഉണ്ട്. പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നതിലൂടെ ആ ഓർഗനൈസേഷനും നമ്മളോട് പോസിറ്റീവായിട്ട് റിവാർഡുകളുടെ രൂപേണയുള്ള റെസ്പോൺസുകളായിരിക്കും നമുക്ക് കിട്ടുക.
വിടുക. അതാണ് പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് എന്താ? എംപ്ലോയീസ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, അത് വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലംഘിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള അവരുടെ പുരോഗതിയും പ്രോഗ്രസിനെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ ഓക്കെ അല്ലേ? ശരി. Then fourth one, voluntary or imposed. എന്താണ്? സ്വമേധയാ ഉള്ളതാവാം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെ? ഓക്കെ, ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ. വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ് രണ്ട് രീതിയിലുണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞ എന്താ? സ്വമേധയാ എന്നുള്ള അർത്ഥമാണ്. ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞ എന്താ? ഒരു അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന എന്നൊരു മീനിങ് വരുന്നത്. If an employee is self-disciplined, it is called voluntary discipline. അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു എംപ്ലോയി സ്വമേധയാ അതായത് സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്, സ്വയം അച്ചടക്കമുള്ളവരാണെങ്കിൽ അവർ വോളണ്ടറി ഡിസിപ്ലിൻഡ് ആണ്, വോളണ്ടറിലി ഡിസിപ്ലിൻഡ് ആണ് അല്ലെങ്കിൽ സ്വമേധയാ അച്ചടക്കമുള്ളവരാണ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ചൂസൺ ബൈ വൺസ് ഓൺ വിൽ. എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അത് തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുന്നു? നടത്തുന്നത് കൊണ്ട് തന്നെ അത് എന്ത് ഡിസിപ്ലിൻ ആണ്? വോളണ്ടറി ഡിസിപ്ലിൻ ആണെന്ന് വിളിക്കാൻ പറ്റും. ഇനി എന്താണ് ഇമ്പോസ്ഡ് എന്ന് പറയുന്നത്? ബട്ട് വെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഇമ്പോസ്ഡ് ഫോഴ്സ്ഫുള്ളി, എന്താ? അവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടി വരികയാണ്. മനസ്സിലായോ? അവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അവരെ ഇമ്പോസ് ചെയ്യാണ് അല്ലെങ്കിൽ ശക്തമായിട്ട് അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അത്തരം ഡിസിപ്ലിനെയാണ് ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. അതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? വോളണ്ടറിയും ഇമ്പോസ്ഡും. വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയാണ്, അതായത് ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി സെൽഫ് ഡിസിപ്ലിൻ സ്വമേധയാ അവർ അച്ചടക്കമുള്ളവരാവുന്നുണ്ട്. കാരണം അത് അവർ തന്നെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവര് സ്വന്തം ഇഷ്ടപ്രകാരം അവര് ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കാനായിട്ട് അവർ വളരെ സ്വന്തം ആത്മാർത്ഥതയോട് കൂടി തന്നെ അവർ ആ ഒരു ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിസിപ്ലിനെയാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വമേധയാ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനും പറ്റും. ഇനി എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യണം. നമ്മൾ ഒരു വ്യക്തിയില് വളരെ ശക്തമായ രീതിയിൽ തന്നെ അടിച്ചേൽപ്പിക്കണമെങ്കിൽ, അത്തരത്തിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി അടിച്ചേൽപ്പിക്കണമെങ്കിൽ അത്തരം ഡിസിപ്ലിനെയാണ് ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് എന്താന്നുള്ളത് മനസ്സിലായോ? ചോദിക്കാറുള്ള ഭാഗമാണ്. രണ്ട് ടൈപ്പ് ഉണ്ടെന്നും അതിൽ വോളണ്ടറി എന്താണ്, ഇമ്പോസ്ഡ് എന്താണ്, അതുപോലെ ഇമ്പോസ്ഡിന്റെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട് ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്നുള്ളത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ അത്? ശരി. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അവകാശങ്ങൾ. Implementing rules and regulations of the employees for the betterment of the organization is the need as well as the right of the management. അല്ലെ? ശരിക്കും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക, അത് കൃത്യമായിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അത്തരം നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുന്നത് ആ ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് അല്ലെ? ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്കായിട്ട് എംപ്ലോയീസിന് വേണ്ടി നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും ഒരു അവകാശവും ആർക്ക് തന്നെയാണ്? മാനേജ്മെന്റിനാണ് അല്ലെ? ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിനാണ്. സോ ഇൻ കേസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് അൺഫെയർ ആൻഡ് അൺജസ്റ്റ്, then only the employees of the organization can oppose it, otherwise it is undeniable. എന്താ? അങ്ങനെ മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ആ ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ അൺഫെയർ ആൻഡ് അൺജസ്റ്റ് ആണെങ്കിൽ, അനീതി അല്ലെങ്കിൽ അന്യായമായിട്ടുള്ളവയാണെങ്കിൽ അതിനെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതിനെതിരെ ആർക്ക് എതിർക്കാൻ സാധിക്കും? എംപ്ലോയീസിന് എതിർക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് മാനേജ്മെന്റിന്റെ അധികാരമാണ് ആ ഒരു എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ നടപ്പിലാക്കുക എന്നുള്ളത്. അത് അൺഫെയർ ആണെങ്കിൽ അൺജസ്റ്റിക് ആണെന്ന് എംപ്ലോയീസിന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് എതിർക്കാം. അല്ലാത്ത പക്ഷം അത് കൃത്യമായിട്ട് അവര് പാലിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആണ് കൺട്രോളിംഗ് ഫോഴ്സ്. ഒരു നിയന്ത്രണ ശക്തിയായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്?
ഡിസിപ്ലിൻ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കിയേ, ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു നിയന്ത്രണ ശക്തിയായി നിന്ന് പ്രവർത്തിക്കുന്നു. ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബിഹേവിയറിന്. ശരിയല്ലേ? നമ്മുടെ വീടുകളിൽ നമ്മൾ പെരുമാറുന്ന രീതിയും നമ്മളൊരു ഓഫീസിൽ ചെന്ന് പെരുമാറുന്ന രീതിയും രണ്ടും രണ്ടല്ലേ? രണ്ടല്ലേ മക്കളെ? അല്ലേ? രണ്ടും രണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ പറയുന്ന പോലെയുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ആയിരിക്കും നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നടക്കുന്നത്? അല്ല. അപ്പൊ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ അവിടെ നിയന്ത്രിക്കുക ചെയ്യുന്നത്. ശരിയല്ലേ? ഡിസിപ്ലിനിലൂടെ നമ്മുടെ ആക്ച്വൽ ബിഹേവിയേഴ്സ് എന്താണോ, അപ്പൊ എംപ്ലോയീസിന്റെ ഓരോരുത്തരെയും യഥാർത്ഥത്തിലുള്ള പെരുമാറ്റത്തെ നമുക്ക് അവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. എന്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഡിസിപ്ലിനിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതിലൂടെ അവരുടെ പെർഫോമൻസ്, ആ എംപ്ലോയീസിന്റെ പ്രകടന നിലവാരവും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അല്ലെ? അപ്പോ ഇത്രയും നമ്മൾ എന്താണ് പറഞ്ഞത്? നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് അല്ലെ? ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ബിഹേവിയർ, ഒരു നിലവാരമുള്ള പെരുമാറ്റം. അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യണം? അവർക്ക് നേടിയെടുക്കേണ്ട ഗോൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട്, പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് ഒരു നിലവാരമുള്ള പെരുമാറ്റം നേടിയെടുക്കുകയും അതിലൂടെ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നിറവേറ്റുകയും ചെയ്യും. മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, ഒരു പ്രചോദക ശക്തിയായി ഡിസിപ്ലിൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ ആ ഒരു എംപ്ലോയീസ് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്താൽ അതിൽ നിന്ന് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു മുൻധാരണ അവർക്കുണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള വയലേഷൻസോ ലംഘനങ്ങളോ കാണിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ കാണിക്കാതിരിക്കുകയും ഇൻ കേസ് അത് കണ്ടാൽ തന്നെ അത് ഉടനെ തന്നെ അത്തരം മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് പോലെ ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ നേച്ചറിലും ഉണ്ട്, നെഗറ്റീവ് ഇൻ നേച്ചറിലും ഉണ്ട്. പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ ഓർഗനൈസേഷൻ അവരോടും ഒരു പോസിറ്റീവായ റെസ്പോൺസ് ആയിരിക്കും റിവാർഡുകളുടെ രൂപത്തിൽ നൽകുക. അതാണ് പോസിറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. നെഗറ്റീവ് നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നില്ല, അത് വയലേറ്റ് ചെയ്യാണ്, ലംഘിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഭാവിയിലേക്കുള്ള പുരോഗതിയിലും പ്രതികൂലമായിട്ട് അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നെഗറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ്. വോളണ്ടറി അല്ലെങ്കിൽ ഇമ്പോസ്ഡ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്. അത് വോളണ്ടറി എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഒരു വ്യക്തി സ്വമേധയാ അവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് നടത്തുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് ഫോളോ ചെയ്യുന്ന സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയും. ഇനി രണ്ടാമത്തത് എന്താ? ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വ്യക്തിയില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ഫോഴ്സ്ഫുള്ളി തന്നെ ശക്തിയായിട്ട് നമ്മൾ അത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിനെ ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയും. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മാനേജ്മെന്റിന്റെ പുരോഗതിക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കായിട്ട് അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കാനുള്ള ആവശ്യവും അധികാരവും അവകാശവും എല്ലാം ആർക്ക് തന്നെയാണ്? ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനാണ്. അപ്പൊ അത്തരത്തില് അവര് നടപ്പിലാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു എന്താണ് ഫെയർ ആണ്, അല്ലെങ്കിൽ അൺജസ്റ്റ് ആണ്, ന്യായമാണ്, അല്ലെങ്കിൽ അനീതിയോട് കൂടിയുള്ളതാണെങ്കിൽ മാത്രം അവിടുത്തെ എംപ്ലോയീസിന് അതിനെ എതിർക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം എല്ലാവരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റിലൂടെ പറയുന്നത്. ലാസ്റ്റ് കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഒരു നിയന്ത്രണ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇത് എംപ്ലോയീസിന്റെ അവിടെയുള്ള എംപ്ലോയീസിന്റെ യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നു. അതിലൂടെ അവരുടെ പെർഫോമൻസും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ക്ലിയർ ആണോ? നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. കേട്ടോ, ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആസ് ഫോളോസ്. താഴെ പറയുന്നവയാണ് ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. എന്താ? ലക്ഷ്യങ്ങൾ അല്ലെ? അവിടുത്തെ ലക്ഷ്യങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ ആ ഒരു നേട്ടം. നോക്കിയേ, every organization sets certain rules and regulations which are to be followed in order to achieve the desired objective. എന്താ? ഏതൊരു ഓർഗനൈസേഷനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഒക്കെ എന്താണ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? which are to be followed in order to achieve the desired objectives. അവർ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പിന്തുടരാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊരു ഓർഗനൈസേഷനും സെറ്റ് ചെയ്യുന്നുണ്ട്. Then the organization maintain discipline among the employees so that the organizational goal can be achieved easily. അപ്പൊ ഇത്തരത്തില് ഈ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ അവിടുത്തെ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും നിലനിർത്തുന്നുണ്ട്. സോ ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻ, ഇപ്പൊ എംപ്ലോയീസ് അച്ചടക്കം ഇല്ലാത്തവരാണെങ്കിൽ the organization cannot work efficiently and effectively. അല്ലെ? ഒരു അച്ചടക്കമില്ലാത്ത എംപ്ലോയീസ് ആണുള്ളതെങ്കിൽ ആ ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളെല്ലാം നല്ല കാര്യക്ഷമമായിട്ടും സുഗമമായിട്ടും മുന്നോട്ട് പോവോ? ഒരു അച്ചടക്കമില്ലാത്ത എംപ്ലോയീസ് ആണുള്ളതെങ്കിൽ പോവില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ അവർ അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അച്ചടക്കമില്ലാത്ത എംപ്ലോയീസ് ആണുള്ളതെങ്കിൽ ഓർഗനൈസേഷൻ cannot work efficiently and effectively. So thus maximum effort should be made by the management to maintain discipline in order to achieve the organizational goals. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മാക്സിമം എഫേർട്ട് എടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് നിലവില് അവിടുത്തെ എംപ്ലോയീസിനിടയിൽ നല്ലൊരു ഡിസിപ്ലിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസും നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊരു ഓർഗനൈസേഷനും അവരുടെ ആഗ്രഹിച്ച ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒരു ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ, എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ തരത്തില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ഈസിലി നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചില സ്ഥാപനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്, അത്രയധികം അച്ചടക്കം പാലിക്കാത്ത എംപ്ലോയീസ് ആണുള്ളതെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും കാര്യക്ഷമമായിട്ടോ നല്ല ഫലപ്രാപ്തിയോട് കൂടിയോ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻ എംപ്ലോയീസിനിടയിൽ നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. അത്തരത്തിലുള്ള മാക്സിമം എഫേർട്ട് എടുത്ത് മാനേജ്മെന്റ് ആ ഒരു എംപ്ലോയീസിനിടയിലുള്ള ആ ഒരു ഡിസിപ്ലിൻ നിലനിർത്തുകയും അതുപോലെ അതിലൂടെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. രണ്ടാമത്തതാണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. എന്താ? ജീവനക്കാരെ ഒരു ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. നോക്കിയേ, ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസീവ് ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ്. അല്ലെ? ഡിസിപ്ലിനിലൂടെ ആ ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിലൂടെ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസീവ് ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ്. ശരിയല്ലേ? എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇറസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ലേ? പറ്റുമോ? ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? നല്ലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണെങ്കിൽ പറ്റൂലേ? അപ്പൊ നോക്കിയേ, ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് any kind of irresponsible behavior on the part of employees. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അത്തരത്തിലുള്ള ഇറസ്പോൺസിബിൾ ബിഹേവിയർ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ
നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ if employees follow the set of rules and regulations in a disciplined and systematic way, then they will be more responsible to perform their duties towards their organization. അതുപോലെ തന്നെ എംപ്ലോയീസിന് കൃത്യമായിട്ട് ആ ഓർഗനൈസേഷൻ നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ, ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ചിട്ടയായ രീതിയിൽ അവരത് പാലിക്കുകയാണെങ്കിൽ they will more responsible, അല്ലെ? അവർ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ളവരാവുകയും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് കാര്യങ്ങളെല്ലാം, ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് മുതലായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ എന്താ? എംപ്ലോയീസ് നല്ല രീതിയിൽ ഡിസിപ്ലിൻ പാലിക്കുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് എംപ്ലോയീസ് ആ ഒരു നല്ല ചിട്ടയായ രീതിയിൽ തന്നെ പാലിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ള ആ ഒരു ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ നല്ല രീതിയിൽ അവർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി പെർഫോം ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണല്ലോ സെക്കൻഡ് വൺ? ഓക്കെ അല്ലേ? Then third one, bringing desired behavioral changes in employees. എന്താ? എംപ്ലോയീസില് അല്ലെങ്കിൽ ജീവനക്കാരില് ഒരു ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. നോക്കിയേ, ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലേ? അവരുടെ യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെ? സോ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് have a good tolerance level and can make adjustments easily to achieve the standard of the organization. അപ്പൊ ഇത്തരത്തില് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് വളരെ ആ ഒരു ടോളറൻസ് ലെവല്, അവരുടെ ആ ഒരു സഹിഷ്ണുതയുടെ ആ ഒരു നിലവാരം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ ആ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് നേടിയെടുക്കും സാധിക്കുന്നു. So a constant check on the behavior of the employees can be maintained through a proper discipline policy. എപ്പോഴും എംപ്ലോയീസ് ശരിയായ രീതിയിലുള്ള ബിഹേവിയർ ആണോ കാഴ്ചവെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥിരമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ചെക്ക് നടത്തുക അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുകയും ആ ഡിസിപ്ലിൻ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി പ്രകാരം തന്നെ അത് കൃത്യമായിട്ട് ആ എംപ്ലോയീസ് ആ ഒരു ബിഹേവിയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കാം. Thus, if an effective discipline policy is created by an organization, it can improve the low performers of the company to better performers and compel them to achieve the organizational goals. അപ്പൊ നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ലോ പെർഫോമേഴ്സ്, താഴ്ന്ന നിലവാരത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്ന പെർഫോമൻസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആ ഒരു കമ്പനിയുടെ ഒരു ബെറ്റർ പെർഫോമർ ആക്കി മാറ്റാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നേടിയെടുക്കാനും ഇതവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് അവർക്ക് ആവശ്യമാണ് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി ഉണ്ടെങ്കിൽ അതിലൂടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അവർക്ക് നല്ലൊരു ടോളറൻസ് ലെവൽ അല്ലെങ്കിൽ സഹിഷ്ണുത നിലവാരം കൊണ്ടുവരാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും നല്ല എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകും. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഓർഗനൈസേഷന്റെ ഗോൾസ് എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എംപ്ലോയീസ് അവരുടെ ആ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് കോൺസ്റ്റന്റ്ലി നമ്മൾ ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഡിസിപ്ലിൻ പോളിസി, എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി അവിടെ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു ഓർഗനൈസേഷൻ നല്ല ഡിസിപ്ലിൻ പോളിസി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ ഒരു കമ്പനിയുടെ ലോ പെർഫോമൻസിനെ, താഴ്ന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ ഒരു ബെറ്റർ പെർഫോമേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാനും അതിനനുസരിച്ച് ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനും അവരെ പ്രോത്സാഹനം നൽകാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് കൺട്രോളിങ് എംപ്ലോയീസ്. എന്താ? എംപ്ലോയീസിനെ നിയന്ത്രിക്കുക. നോക്കിയേ,
The main motive of creating discipline policy for the employees is to have a stronger control over them. ഇല്ലേ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി രൂപപ്പെടുത്തിയെടുത്താൽ അതിലൂടെ അവിടുത്തെ എംപ്ലോയീസിന്റെ മേൽ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കൺട്രോൾ, ഒരു നല്ല ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും അല്ലെ? Since higher authorities are entitled for take disciplinary action, a few in the minds of the employees automatically arise and compel them to follow their instructions without any violation. എന്താ ഇതിന് ഇത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് അവിടെ കൊണ്ടുവരാൻ, അച്ചടക്ക നടപടികൾ കൊണ്ടുവരാനായിട്ട് ഉയർന്ന അതോറിറ്റിക്കാണ് അധികാരമുള്ളത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളുടെ എംപ്ലോയീസിന്റെ മൈൻഡിൽ അതുണ്ടായിരിക്കും. കാരണം അവർ ആ ഒരു വയലേഷൻസോ ലംഘനങ്ങളോ കാണിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ ഉയർന്ന അധികാരികളിൽ നിന്നുണ്ടായിരിക്കും എന്ന ആ ഒരു ചിന്തയോടെ അല്ലെങ്കിൽ ധാരണയുള്ളത് കൊണ്ട് തന്നെ മിക്ക എംപ്ലോയീസും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർ കൊടുക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ചുകൊണ്ട് ഒരു വയലേഷൻസോ ലംഘനങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി തന്നെ അവരുടെ മൈൻഡിലേക്ക് ആ ഒരു കാര്യം വരുന്നത് കൊണ്ട് പാലിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അത്തരത്തില് എംപ്ലോയീസിന് മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നല്ലൊരു ഡിസിപ്ലിൻ പോളിസി വഴി സാധിക്കുന്നുണ്ട്. ദെൻ അഞ്ചാമത്തത് മെയിൻറ്റെയിൻ cordial relations between employee and management. എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ളൊരു വളരെ സൗഹൃദപരമായ ഒരു ബന്ധം. അപ്പൊ ആ ഒരു സൗഹൃദ ബന്ധം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നോക്കിയേ, ഡിസിപ്ലിനറി ആക്ഷൻ, അപ്പൊ നമ്മള് അവര് ചെയ്യുന്ന വയലേഷൻസിനനുസരിച്ച് നമ്മുടെ ലംഘനങ്ങൾക്കനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾ എംപ്ലോയീസിനെതിരെ എടുക്കുമ്പോൾ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ മാനേജ്മെന്റ് അല്ലെ? എംപ്ലോയീസിനെതിരെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അവർ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നവരെ ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും അല്ലെ? അച്ചടക്ക നടപടികൾ എടുക്കും. അത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ എപ്പോഴും എംപ്ലോയീസും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഇവർക്കിടയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഫോളോയിങ് ദ യൂണിയൻ മാനേജ്മെന്റ്, നമ്മൾ എപ്പോഴും ഈ ഒരു ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത് ഒരിക്കലും യൂണിയനും മാനേജ്മെന്റും എംപ്ലോയീസിന്റെ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ അല്ലെങ്കിൽ കളയുന്നതിന്റെ ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല. പക്ഷേ ഇൻ ഓർഡർ ടു ഗെയിൻ ആൻഡ് മെയിൻറ്റെയിൻ ട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ്, പക്ഷേ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻ പോളിസികൾ നടപ്പിലാക്കുമ്പോൾ, ഡിസിപ്ലിനറി ആക്ഷൻസ് നടപ്പിലാക്കുമ്പോൾ അത് അവിടുത്തെ എംപ്ലോയീസിന്റെയും ആ ഒരു യൂണിയൻസിന്റെ ഒക്കെ ആ ഒരു ട്രസ്റ്റ്, അവരുടെ ആ ഒരു വിശ്വാസം എപ്പോഴും വാങ്ങാനും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും എപ്പോഴും അറ്റൈൻ ചെയ്ത കോർപ്പറേഷൻ അവരുടെ സഹകരണം ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതിന് വേണ്ടി ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു ഹാവ് എ ഫെയർ ഡിസിപ്ലിൻ പോളിസി. ഒരു നല്ല ന്യായമായിട്ടുള്ള, അതായത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അച്ചടക്ക നയം എപ്പോഴും ഒരു ഓർഗനൈസേഷൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ എംപ്ലോയീസ് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ നേടുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും ആ എംപ്ലോയീസും മാനേജ്മെന്റിനും ഇടയിൽ ഒരു തെറ്റിദ്ധാരണകൾ വരാനായിട്ട് കാരണമാവാറുണ്ട്. സോ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ലാതെ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യൂണിയൻസും മറ്റ് മാനേജ്മെന്റും തമ്മിലൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിനും അതുപോലെ എംപ്ലോയീസിൽ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം, അതുപോലെ യൂണിയൻസിനും ഒക്കെ ഒരു വിശ്വാസം ഈ ഒരു മാനേജ്മെന്റിനോട് തോന്നുന്നതിന് വേണ്ടിയിട്ടും ഒരു വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ന്യായമായ ഡിസിപ്ലിൻ പോളിസി പാലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് അല്ലെ? ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ എംപ്ലോയീസില് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തില് ഡിസിപ്ലിൻ പാലിക്കുന്നതിലൂടെ വളരെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് അവിടെ ചെയ്യാനായിട്ടും അതിനനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഗോൾസ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാനും ആ എംപ്ലോയീസ് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? മേക്കിംഗ് എംപ്ലോയി റെസ്പോൺസിബിൾ, എംപ്ലോയീസിനെ ഒരു ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക. അപ്പൊ അത്തരത്തിൽ നല്ല ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഉത്തരവാദിത്തമില്ലായ്മ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ വളരെ ചിട്ടയായ രീതിയിൽ ആ ഒരു ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കും. ആ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യും.
Then മൂന്നാമത് പറഞ്ഞത് bringing desired behavioral changes in employees. എംപ്ലോയീസിന് അനുഭവിച്ച മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഇപ്പൊ എംപ്ലോയീസിന് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താം, അതുപോലെ അവരുടെ ടോളറൻസ് ലെവൽ കൂട്ടാം, അവരുടെ പെർഫോമൻസിന്റെ ആ ഒരു എന്താണ് നിലവാരം വർദ്ധിപ്പിക്കാം, അവർ മോർ ഈസിലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള അതിലൂടെയൊക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ അത് പതിവായിട്ട് അവരുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തുകയും അതിനനുസരിച്ച് ഓർഗനൈസേഷനിൽ ആ ഒരു എംപ്ലോയീസ് പാലിക്കേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനറി പോളിസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ലോ പെർഫോമേഴ്സ് ആയിട്ടുള്ളവരെ ഹയർ പെർഫോമൻസ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആയിട്ട് മാറ്റുകയും അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ നൽകിയിരിക്കുന്ന എല്ലാ ടാസ്കുകളും ഗോൾസും അച്ചീവ് ചെയ്യാനും നേടിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അടുത്തത് കൺട്രോളിങ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന്റെ മുകളിൽ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് ഡിസിപ്ലിൻ വഴി നടത്താൻ പറ്റും. അതിനനുസരിച്ച് ആ ഉയർന്ന അധികാരികൾ നൽകുന്ന ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി അത് മൈൻഡിൽ വെച്ചിട്ട് അവന് യാതൊരുവിധ വയലേഷൻസോ കാര്യങ്ങളോ പോവാതിരിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് കൺട്രോൾ നമുക്ക് എംപ്ലോയീസിന് മുകളിൽ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് കോഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു സൗഹൃദപരമായ ബന്ധം നിലനിർത്തണമെങ്കിൽ അവിടെ എത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യണം? ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്തുകൊണ്ട് അവർ തമ്മിൽ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കുറയ്ക്കാൻ പറ്റും. അവർക്കിടയിലുള്ള ആ ഒരു ട്രസ്റ്റ്, വിശ്വാസവും ആ ഒരു കോപ്പറേഷനും ഒക്കെ കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, നെഗറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഉണ്ട്,
അപ്പൊ ഈ മൂന്നെണ്ണവും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ആ ഒരു എംപ്ലോയീസിനെ പോസിറ്റീവ് ആയ രീതിയിൽ നോക്കിയേ, ആ ഒരു എംപ്ലോയീസിനെ അവർക്ക് ഒരു നല്ല നിലവാരമുള്ള പെരുമാറ്റം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്ന പ്രോപ്പർ ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് സെൽഫ് ഇമ്പോസ് സ്വയം തിരിച്ചറിഞ്ഞ് അവരിൽ തന്നെ അവർ സ്വയം ചുമത്തുന്ന ആ ഒരു ഡിസിപ്ലിനെയാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താ, ചിലപ്പോൾ മിക്ക ഓർഗനൈസേഷൻസിലും കാണുന്ന കാര്യമാണ് ചില എംപ്ലോയീസിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനായിട്ട് അത്രയധികം ചിലപ്പോൾ പാലിക്കാൻ തോന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മുടെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കാത്ത അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ട് അവർ കാണുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നെഗറ്റീവ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം മിസ്. അപ്പൊ അവര് ഇപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബൈ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് മുന്നറിയിപ്പുകൾ കിട്ടും, പണിഷ്മെന്റുകളും കിട്ടാറുണ്ട്. ഇനി അതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ. ഇനി പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു ചിട്ടയായ രീതിയിലൂടെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റും വരുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റും വരുന്നുണ്ട്. അപ്പൊ അതിന്റെയും എക്സാമ്പിൾസും ഉണ്ട്, അതിന്റെ ആ ഒരു ഡെഫിനിഷൻസും അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ജസ്റ്റ് മിസ് പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, നെഗറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഉണ്ട്. ഈ മൂന്നെണ്ണത്തിന്റെയും പേരുകൾ മനസ്സിലാക്കി വെക്കാം. എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എടുത്ത ഭാഗം വരെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.